ഡിയർ സ്റ്റുഡൻസ്, 7th ക്ലാസ്സുകാരുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആൻസർ കീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻസർ കീ മാത്രമേ പറയാനുള്ളൂ. ഡിസ്കഷൻ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ഇതിന്റെ ആൻസർ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അവര് കോസ്റ്റ് ഓഫ് 1 ലിറ്റർ ഓഫ് പെട്രോൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7.5 ലിറ്ററിന്റെ കോസ്റ്റ് എത്ര വരിക എന്നുള്ളതാണ് കണ്ടത്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആൻസർ വരിക 798 ആണ് ആൻസർ വരിക കേട്ടോ. 798 ആണ് ആൻസർ വരിക. 798 എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് എങ്ങനെയാ ചെയ്തത് എന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി 3/25 അതിനെ ഡെസിമലിലേക്ക് മാറ്റാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 4 ചെയ്താൽ മതി അല്ലെ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇൻറ്റു 4 ചെയ്താൽ 12/100 എന്ന് വരും. 12/100 എന്ന് പറഞ്ഞാൽ 0.12 ആണ്. 0.12 ആണ് ആൻസർ വന്നത്. ഇനി നെക്സ്റ്റ് ലുക്ക് അറ്റ് ദി പ്രൊഡക്റ്റ് ബിലോ. അപ്പൊ കുറെ പ്രൊഡക്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഈക്വൽ ആവുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആൻസർ വരിക ഡി ആണ് കേട്ടോ. ഡി ആണ് ആൻസർ വരിക. നിങ്ങൾ എന്താ ചെയ്തേ? കുഴപ്പമില്ലല്ലോ, നല്ല ഈസി ആയിരുന്നു അല്ലെ എക്സാം? ഓക്കെ, ശരി. ഇനി അടുത്തത് 1B ആണ്. There are 45 children in a class. 5/9 parts of a girl. അപ്പൊ അതിൽ 5/9 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടല് 9 പാർട്സ് ആണ്. അതിൽ 5 ഗേൾസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എത്ര വരും? അപ്പൊ അതെങ്ങനെ കാണാ? 20 ആണ് വരിക കേട്ടോ. 20 കിട്ടിയോ? നിങ്ങൾക്ക് ആൻസർ 20 കിട്ടിയിട്ടുണ്ടോ? എങ്ങനെ ചെയ്യാ? 45 ഇൻറ്റു റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ 9ല് 5ഉം ഗേൾസ് ആണെങ്കിൽ 9ല് 4ഉം എന്തായിരിക്കും? ബോയ്സ് ആയിരിക്കും. ഇത് സോൾവ് ചെയ്താൽ ആൻസർ എന്താ വരിക? 20 കേട്ടോ. 20 ആണ് ആൻസർ കിട്ടുന്നത്. 20 ബോയ്സ് ആണ് ഉണ്ടാവുക. ഇനി അടുത്തത് എ പേഴ്സൺ ട്രാവൽ 1 hour. അപ്പൊ ഒരു 1 hour എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്? 1.5 1.5 ഇൻറ്റു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര അവേഴ്സ് 1/2 അവേഴ്സ് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും? ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു 1/3 ചെയ്താൽ മതി. ആൻസർ എനിക്ക് കിട്ടുക, ആൻസർ നമുക്ക് എല്ലാവർക്കും കിട്ടുക ആൻസർ 5 ആണ് കേട്ടോ. 5 ആണ് ആൻസർ കിട്ടുക. ഇൻറ്റു ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ആൻസർ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അടുത്തത് 1B ആണ്. 1Bയുടെ ആൻസർ ഡി ആണ്. ആൻസർ ഡി ആ വരിക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഈക്വൽ ടു 1? 1നോട് ഈക്വൽ അല്ലാത്തത്. അപ്പൊ അതിന് ആൻസർ കിട്ടുന്നത് ഡി ആണ്. ശരിയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കൂ കേട്ടോ. ഡി അല്ലേ വന്നിട്ടുള്ളത്? കാരണം ഇത് 3/2 അല്ലേ? 3/2 ഇൻറ്റു 2/3 ആൻസർ 1 ആണ്. ഇത് 1 ആണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുക? ഇതും 1 തന്നെയാണ് കേട്ടോ. 10 5 ആക്കി ചെയ്താൽ ബൈ ചെയ്താൽ 5 അല്ലേ? 14 7 വരും. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 അല്ലേ വരിക? അപ്പൊ ആൻസർ ഡി തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇതിന്റെ ആൻസേഴ്സ് ഏതൊക്കെയായിട്ടുള്ളതല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നേ? ആണോ? നോക്കി കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കാൽക്കുലേഷൻ ടു ഫൈൻഡ് ഔട്ട് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. ആൻസർ സി ആണ്. എന്തുകൊണ്ട് സി വന്നു? നോക്കി ഷെയ്ഡഡ് റീജിയനില് സി വരാൻ 2ഉം 4ഉം ആണ് ആൻസർ കറക്റ്റ് ആവുന്നത്. അപ്പൊ 2 ഇതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ കാരണം എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ് ഏരിയയുടെ. പിന്നെ ഇതിനോട് സെയിം ആയിരിക്കും ഇതും വരിക. അപ്പൊ ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ വന്നിട്ടുള്ളത്. കാരണം 8 - 2 എന്ന് പറഞ്ഞാൽ 6 ആണ് നമുക്കറിയാം. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് 6 ഇൻറ്റു 4 എന്ന് എഴുതാം. ഈ ഡീനെ നമുക്ക് മാറ്റി എഴുതാന്ന്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദി ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് ലെങ്ത് 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആൻഡ് 7 സെന്റിമീറ്റർ എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ആൻസറിലേക്ക് പോവാം. ആൻസർ വരുന്നത്, ആൻസർ നമുക്ക് ഡ്രോ ചെയ്യാണ് വേണ്ടത്.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു 6 ബേസ് റഫ് പിക്ചർ ആണ് ചെയ്യുന്നത്. അപ്പൊ ഒരു 6 സെന്റിമീറ്റർ നമ്മൾ ബേസ് എടുത്തിട്ട് വരയ്ക്കുക. 4ഉം 7ഉം നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു ട്രയാങ്കിൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് 6, ഇത് 4, ഇത് 7. ഇനി എന്ത് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ബി ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. സി ക്വസ്റ്റ്യനിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റൈറ്റ് ട്രയാങ്കിൾ വേണം. ഒരു ലെങ്ത് 6 ആയിരിക്കണം. ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ടായാലും 6 ആയിരിക്കണം. ഏരിയ ഇതിനോട് സെയിം ആയിരിക്കണം, ബിയിനോട് സെയിം ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, എന്താ ചെയ്യാറ്, നമ്മൾ ടെസ്റ്റിൽ പഠിച്ചതാണ്. ഇവിടെ ഒരു പാരലൽ ഈ 6നോട് ഈ ബേസിനോട് സെയിം ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ സൈഡിനോട് സെയിം ആവുന്ന രീതിയിൽ ഒരു പാരലൽ ലൈൻസ് വരയ്ക്കും അല്ലെ. ഈ ലൈനും എന്തായി, പാരലായി. ബേസ് 6 തന്നെ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് റൈറ്റ് ട്രയാങ്കിൾ മേക്ക് ചെയ്യും അല്ലെ. റൈറ്റ് ട്രയാങ്കിളിന് ഞാൻ കളർ ഒന്ന് മാറ്റിത്തരാം. റൈറ്റ് ട്രയാങ്കിൾ മേക്ക് ചെയ്താൽ ഈ ഏരിയയും അതുപോലെ നേരത്തെ ഉണ്ടാക്കിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ചാൽ എത്ര മാർക്കായി, ഫുൾ മാർക്ക് കിട്ടി കേട്ടോ. സിയുടെ ഫുൾ മാർക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനില് അവരെന്താ പറയുന്നത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ, റൈറ്റ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദി ടു ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെ. 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ആൾജിബ്രിക് ഫോം നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആൾജിബ്രിക് ഫോം 10x + y ആയിരിക്കും ആൾജിബ്രിക് ഫോം. എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ ഇതിന്റെ റിവേഴ്സിംഗ് ആണ്. അപ്പൊ 10y + x 10y + x ആണ് വരിക. സി ക്വസ്റ്റ്യൻ ഇത് സം ചെയ്യാനാണ് അല്ലെ. സം ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആൻഡ് ആഫ്റ്റർ റിവേഴ്സിംഗ് ഡിജിറ്റ് സെയിം. മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് കാണിക്കും വേണം. ശരി, ആൾജിബ്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. ആൾജിബ്രയിൽ തന്നെ ചെയ്യാം. സി അപ്പോ 10x + y അതുപോലെ 10y + x സം ചെയ്യാം. അപ്പോ 10xഉം 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 1xഉം 11x പ്ലസ് ഒരു yയും 10yയും 11y. അപ്പൊ ആൻസർ ഇതിൽ രണ്ടിലും 11 ഉണ്ട്. സോ ദിസ് വൺ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമാണ്. 2x ഈവൻ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ 2x + 1 എന്തായിരിക്കും, ഓഡ് ആയിരിക്കും. ആൾജിബ്രിക് ഫോം ഓഫ് ദി ഓഡ് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ എ ആണ്. നെക്സ്റ്റ് ഇനി ഗിവൻ ദി നമ്പർ മാർക്ക്ഡ് ഇൻ ദി സ്ക്വയേഴ്സ് ഓൺ ദി കലണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി എന്താ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദസ് നമ്പർ ഈ ഇതിന്റെ സമ്മ് കാണാനാണ്. ഇതൊക്കെ കൂടി സം ചെയ്ത് 48 ആണ് കിട്ടുക. ഇനി റിലേഷൻ കാണാൻ പറഞ്ഞിട്ട് സ്മോളസ്റ്റ് നമ്പറും ഈ സമ്മും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഇവിടെ 8, ഇവിടെ എന്താ 48 ആണ് അല്ലെ. 8ഉം 48ഉം. അപ്പൊ ഇതിന്റെ റിലേഷൻ എഴുതാൻ, അപ്പൊ റിലേഷൻ എന്തായിരിക്കും, 4 48 ആയിട്ട്. അപ്പൊ 8ന്റെ കൂടെ ഒരു 4 ആഡ് ചെയ്തിട്ട് അതിന്റെ 4 ടൈംസ് ആയിരിക്കും എന്നാണ് കേട്ടോ ആൻസർ വരിക. 4 × 12 എന്നുള്ള രീതിയിലാണ് ആൻസർ വരിക. അപ്പൊ ആൻസർ 48 തന്നെയാണ് അല്ലെ. അപ്പൊ ഇതാണ് കേട്ടോ 4ന്റെ കൂടെ ആ സംഖ്യ ആഡ് ചെയ്യാം 8. യു ജസ്റ്റ് ആഡ് 4 ദി ഗിവൺ നമ്പർ ആൻഡ് ടൈംസ്. എത്ര ടൈംസ് ചെയ്യണം, 4 ടൈംസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നതാണ് കേട്ടോ ആൻസർ വരിക. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. ഇനി ചിലവര് 8 × 6 എന്ന് എഴുതിയിട്ടുണ്ട്. 48 തന്നെയാണ് കിട്ടുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി ആൾജിബ്രിക് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ആൾജിബ്രിക് റിപ്രസെന്റേഷൻ എഴുതാനാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതേപോലെ ആൾജിബ്രിക് റിപ്രസെന്റേഷൻ എഴുതാം. അപ്പൊ ഇതിന് എക്സ് കൊടുക്കുക. ആദ്യത്തെ നമ്പർ സ്മോളസ്റ്റ് നമ്പർ എക്സ്, സ്മോളസ്റ്റ് നമ്പർ ആണ് റിലേഷൻ ചെയ്തിട്ട്. അപ്പൊ എക്സ്, അപ്പൊ ഇത് x + 1, ഇത് x പ്ലസ് എന്ത് വരും 7, x + 8. ഒന്ന് എക്സ്, അപ്പൊ അത് സം ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതൊക്കെ സം ചെയ്യുമ്പോ 4x, ഇവിടെ x 4x ഉണ്ട്, പ്ലസ് 16 വരും അല്ലെ. ഇനി ഇതിൽ നിന്ന് രണ്ടിലും കോമൺ ആയിട്ട് 4 എടുത്തു കഴിഞ്ഞാൽ
ആര് വരും? x+4. ഇങ്ങനെയാണ്. അപ്പൊ അത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓൾജിബ്രിക് റിപ്രസെന്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആൻസർക്ക് എത്തും കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ. 4 times the sum of 4 and given number എന്ന് എഴുതി വെച്ചാൽ ആൻസർ കിട്ടും. 4 times കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ആൻസറിലേക്ക് എത്താനാണ് സം ഓഫ് ദി 4 digit ടേക്കൻ ദി സ്ക്വയർ ഓഫ് ദി കലണ്ടർ എന്ന് പറയുന്നത് 64 ആണെന്നുണ്ടെങ്കിൽ ഇതിലെ സ്മോളസ്റ്റ് നമ്പർ ഇതിൽ ഏതായിരിക്കും എന്നുള്ളതാണ്. അതിന്റെ ആൻസർ സി ആണ് വരിക കേട്ടോ. സി ആണ് വരുന്നത്, 3b. അടുത്തത് എളുപ്പമായിരുന്നു, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാർജ് സ്ക്വയറിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 98 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്മോൾ വണ്ണിന്റെ ഒരു സൈഡ് എത്ര വരും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോ 98 ഇത് രണ്ടും സ്ക്വയർ ആണെന്ന് നോക്കുക കേട്ടോ. 98 രണ്ട് സ്ക്വയർ ആയതുകൊണ്ട് അതിന്റെ ഹാഫ് എടുക്കുക. അപ്പൊ ആൻസർ 49 ആ വരിക. 49 ആ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ 7 വരും, 7 സെന്റിമീറ്റർ. നെക്സ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനില് ഇവര് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് റെക്ടാങ്കിൾ ആണ്, സ്ക്വയർ അല്ല കേട്ടോ. അപ്പൊ ചിലവര് ഡബിൾ ആയിട്ട് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് ഡബിൾ ആവാന് നമ്മൾ ആ രീതിയിൽ തിങ്ക് ചെയ്യും. പക്ഷെ അതല്ല ശരിക്കും. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പൈതഗോറസ് തിയറത്തിലേക്ക് പോകും. കാരണം ഇത് ഹൈപ്പോട്ടനസ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാലോ. അപ്പൊ ഈ ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ എന്ത് കണ്ടാൽ മതി? അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അപ്പൊ a²+b² എന്താണെന്ന് അറിയാം? h². ഇത് h ആണെങ്കിൽ ഇതെന്തായിരിക്കും? h² ആയിരിക്കും ഇതിന്റെ ഏരിയ. അപ്പൊ 8² + 6² എന്ന് പറയുന്നത് എന്താന്ന് കിട്ടും? 100. അപ്പൊ 10² അല്ലെ. 100 അല്ലെങ്കിൽ 10² എന്ന് എഴുതി വെച്ചാൽ ആൻസർ ആയി കേട്ടോ. നെക്സ്റ്റ് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ പിന്നീട് തരും. ഇതിന്റെ ആൻസർ ബി ആണ് കേട്ടോ. ആൻസർ വരുന്നത് ബി ആണ് വരിക. ഇനി അടുത്തത് ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 30%. അതിൽ ആ വ്യക്തി 6250 റുപ്പീസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഷോപ്പിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി എത്ര രൂപ തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും എന്നുള്ളതാണ് കണ്ടത്. നമുക്ക് അറിയുന്ന കേസാണ്. അപ്പൊ എന്ത് ചെയ്യും? 100 30 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 70. അപ്പൊ 70% ഓഫ് 6250 ചെയ്ത ആൻസർക്ക് എത്താം. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് വീണേ. ഇനി ഇത് സോൾവ് ചെയ്തിട്ട് ആൻസർക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക്. അതിന്റെ ആൻസർ വരുന്നത് 4375 ആണ് ആൻസർ വരിക കേട്ടോ. ഇനി അടുത്ത ആൻസർ, അതിന്റെ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. മെജോറിറ്റിയും സി ആണ്, സിയിലാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. സി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനില് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു വോട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ 10 മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 10 മെമ്പേഴ്സ് ആണ് ആ വാർഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 7 വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വോട്ട് ചെയ്യാത്ത എത്രയാ? 10ൽ 3 അല്ലെ. 10ൽ 3 ആണ് വോട്ട് ചെയ്യാത്തവര്. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് സ്കോർ ചെയ്തേ. ഇനി അതിനെ പെർസെന്റേജിലേക്ക് മാറ്റാൻ സിമ്പിൾ ആണ്. രണ്ട് സൈഡിലും 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 30/100 വെച്ച് കഴിഞ്ഞാൽ 30%. 30% എന്ന് എഴുതിയ 2 മാർക്ക് സ്കോർ ചെയ്തു. ലാസ്റ്റ് in which item did he spend the most? ഫുഡ് എന്ന് എഴുതിയ മാർക്ക് കിട്ടി. ഫുഡ്. അടുത്തത് 1/6 എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് വരുന്നത് കേട്ടോ. കാരണം ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച 1/6 ഏകദേശം സെയിം ആയിരുന്നു. 60 വരും ഏകദേശം കേട്ടോ. നമ്മൾ പഠിച്ചതല്ലേ, ടെസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 60/360. അതിൽ 0 ക്യാൻസൽ ചെയ്യും. അപ്പൊ 1/6 ഏകദേശം വരുന്നത് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അതിന് എഡ്യൂക്കേഷൻ എഴുതിയ ബി ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി സി ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോ അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ആണ് വേണ്ടത്. അപ്പൊ 90 ഡിഗ്രി നമുക്കറിയാം. അതിന്റെ പെർസെന്റേജ് പറയുമ്പോൾ 360യുടെ ഹാഫിന്റെ ഹാഫ് ആൻഡ് ഹാഫ്. അപ്പൊ പെർസെന്റേജ് വരുമ്പോൾ 90 360 ആണെങ്കിൽ 100% വരും. അപ്പൊ 360യുടെ ഹാഫിന്റെ ഹാഫ് ആണ്. അപ്പൊ 25 ആണ് ആൻസർ വരിക. 25%.
180 ആകുമ്പോൾ 50%, അതിന്റെ ഹാഫ് ആണ് 90 ആകുമ്പോൾ 25% ആണ് ആൻസർ വരിക. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓഫ് ദി പൈ. ഒരു ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ളത് ഇതാ മോസ്റ്റ് എന്നുള്ളത് എന്താക്കുക, ലീസ്റ്റ് ആക്കിയാൽ മതി. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയി. ആ ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതിയാൽ മതി. മോസ്റ്റ് എന്ന് പറ്റിയിട്ട് എന്താക്കിയാൽ മതി, ലീസ്റ്റ് എന്ന് എഴുതിയാൽ തന്നെ ഒരു ക്വസ്റ്റ്യനിക്ക് എത്തും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ട്രൂ ദി പൈ ഡയഗ്രാം. അത് സി ആണ് കേട്ടോ. ആൻസർ സി ആണ് വരിക. അപ്പോൾ മെജോറിറ്റി ക്വസ്റ്റ്യൻസും സിയിലേക്കാണ് ഓപ്ഷനിലേക്ക് പോയിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? എല്ലാവരും അവരുടെ കമന്റ് ചെയ്യാം.